അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ റോക്കിക്കൊരു ചെറിയ ഉപദേശം കൊടുക്കാമെന്നും കരുതി എല്ലാവരെയും വിളിച്ചല്ല, റോക്കിയെ മാത്രം വിളിച്ചേട്ടോ. അപ്പം അവർക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്, തിന്നാനും വല്ലതെന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാവരും ഓരോ കസേരയിൽ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ റോക്കിയോട് ഇച്ചിരി ദേഷ്യത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ അവനെന്നെ വന്ന് നിന്ന് സോപ്പിട്ട് മയക്കിയെടുക്കുന്നുണ്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെ പെരക്കത്ത് കയറ്റാൻ കൊള്ളത്തില്ല. ഇവനെ പെരക്കത്ത് കയറ്റിയാൽ അവിടെ ഇവിടെയൊക്കെ ഇവനെ പെടുത്തു വയ്ക്കും കേട്ടോ. അതുകൊണ്ട് ഇവനെ പെരക്കത്ത് കയറ്റാൻ കൊള്ളത്തില്ല. ഇവനങ്ങനെ കതവ് തള്ളി തുറന്നവൻ കയറത്തില്ല, കതവ് തുറന്ന് കിടന്നാൽ മാത്രമേ കയറത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അയച്ചു വിടുമ്പോൾ ഞാൻ കതവ് അടച്ചിട്ടേക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കഴുകി ഇരിക്കണം പെരയ്ക്കകം. ഇവന് മാത്രമേ ഉള്ളൂ ഈ സ്വഭാവം. എത്ര അടി കൊടുത്താലും എത്ര ഇതായാലും അവൻ്റെ ആ സ്വഭാവം മാറ്റത്തില്ല. ഇതുപോലെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, പത്രം അവന് നുള്ളി കീറി വയ്ക്കുമായിരുന്നു രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിനും. അപ്പം അത് വഴക്ക് പറഞ്ഞ ശേഷം നുള്ളി കീറി വയ്ക്കത്തില്ല. പക്ഷെ അവന് പ്രതിഷേധം വന്ന മാതിരി അവനകത്ത് പെടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. എന്തുവായാലും അവന് വഴക്ക് കിട്ടാനേ ഉള്ളൂ. ഈ ഇത്രയും പ്രായമായി ഞാൻ പറയുമായിരുന്നു അവനോട്, നിനക്ക് നാണമില്ലൂടാ, നിനക്ക് ഇത്രയും പ്രായമില്ലേ മൂപ്പിലാനെ, നിനക്കൊന്നും ഒതുങ്ങിക്കൂടാ എന്ന് ഞാൻ പറയുമായിരുന്നു. ഞങ്ങളുടെ ചോട്ടും ഇട്ടും കൂടി ഇങ്ങോട്ട് വളർന്നു വരട്ടെ, നിൻ്റെ ഈ അഹങ്കാരം എല്ലാം തീരുമെന്ന് ഞാനിങ്ങനൊക്കെ അവനെ ബാക്കിയുള്ളവരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക കണ്ടോ. അതിൽ മിക്കവേ ഇച്ചിരി അടങ്ങി ഒതുങ്ങിയിരുന്നേക്കുന്നത്. എനിക്കൊന്നും കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പാപ്പി പോയി നിൽപ്പുണ്ട് അവിടെ കേട്ടോ. അവിടെ റോക്കിച്ചായനെ വഴക്ക് പറഞ്ഞത് അവൾക്ക് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ. കാരണം സാധാരണ അങ്ങനെയല്ല, എൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുന്ന, പ്രത്യേകിച്ചും കസേര ഉണ്ടായിരുന്നു. എന്തായാലും തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ അങ്ങ് ഉപദേശം കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ എല്ലാവരെയും കൂടെ വിളിക്കട്ടെ. കസേരയൊക്കെ പറക്കിയിട്ട് അപ്പം കസേര തികഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ മിക്കുവിനെ മടിയിലിരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കസേര ഇരിക്കട്ടെന്ന്. കാരണം ഇച്ചിരി വെയിറ്റ് കുറഞ്ഞതിൻ്റെ അല്ല, മിക്കുവേ ഉള്ളൂ ഇച്ചിരി അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത്. വെയിറ്റ് കുറഞ്ഞാൽ പപ്പിക്കാം. മിക്കുവിനെ മടി വെച്ച് ഇരിക്കുമ്പം എല്ലാവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, കണ്ട എല്ലാവരും അനങ്ങാതിരിക്കുന്നത്. അതേസമയം പപ്പിയോ പിങ്കുവിനെയൊക്കെ ഞാൻ മടിയിലെടുത്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങോട്ട് വരും. താഴെ ഇറക്കുന്നത് വരെ പിന്നെ വലിയ പ്രശ്നം കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 4 പേരെയും കൂടെ വിളിച്ച് വരുത്തി ഉപദേശമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളീ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യത്തില്ല. പിന്നെയും പട്ടികളല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യും. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് മനസ്സിലാവുന്നുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും വന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരനുസരിക്കും കേട്ടോ. ഇപ്പോൾ എന്തുമായാലും ഞാൻ ഒരു കസേര ഒരാൾക്കിരിക്കാൻ കസേര ഇല്ലാത്തതുകൊണ്ട് ചെറിയ ആഷ്മി ഇരിക്കുന്ന കുഞ്ഞ് കസേര എടുത്തോണ്ട് അതിനകത്ത് അവൾ പപ്പി മര്യാദയ്ക്ക് അതിനകത്ത് ഇരുന്ന്. ഈ റോക്കിക്ക് ആ കസേരയ്ക്കകത്ത് എഴുന്നേറ്റ് പോകേണ്ട കാര്യമുണ്ടോ? അവനെയും കൊണ്ട് ആ കസേര, ഈ ചെറിയ കസേര ഇരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം പപ്പിയാണെങ്കിൽ ആ കസേര തൊട്ട് എഴുന്നേറ്റ് കൊടുക്കത്തുമില്ല. ഇനിയിപ്പം നമ്മുടെ പിങ്കും റോക്കിയും ഏകദേശം ഒരേ സൈസാട്ടോ, വലിയ സൈസ് അവർ രണ്ടും കൂടെ ഒരു കസേര കിടന്ന് തള്ളുന്നുണ്ട്. എന്നിട്ട് പറ എന്നുള്ള രീതിയിൽ എൻ്റെ മോന്തയ്ക്കോട്ട് നോക്കി ഇരിക്കുന്നുണ്ടില്ലയോ. എന്തുവായാലും 4 പേരും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അടങ്ങി ഒതുങ്ങി വന്ന് എൻ്റെ അടുത്ത് എന്നോളും കേട്ടോ. ഞാനിങ്ങനെ പെമ്പിള്ളാരോട് പറയുമായിരുന്നു. റോക്കിയോട് ഞാൻ പറഞ്ഞെടാ, നീ ഇങ്ങനെ എനിക്ക് പെരക്കകത്ത് പെടുത്ത് വെച്ച് പണി തരല്ലേ, എനിക്ക് വയ്യായെന്നും അവനോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനില്ല കടിയുടെ പ്രശ്നം, വെല്ലയുടെ കടിയുടെ പ്രശ്നം. ഈ വെല്ലയുടെ അടിക്കാൻ ചേർന്ന് ഇന്ന് 3 എണ്ണം കൂടെ അവളെ നോക്കി കൊഞ്ഞണം കുത്തുവോ, അവളെ അങ്ങ് പ്രകോപിപ്പിക്കും. അങ്ങനൊന്നും ചെയ്യല്ലേ മക്കളെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇച്ചിരി സ്വസ്ഥതയും സമാധാനമൊക്കെ തരണേന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരതും കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചോട്ടും മിട്ടും വന്നിട്ടുണ്ടേ. നമ്മുടെ ചോട്ടുവിൻ്റെയും മിട്ടുവിൻ്റെയും കണ്ണൊക്കെ ദാണ്ട് പകുതി തുറന്നു കേട്ടോ. പകുതിയല്ല, മുക്കാലും തുറന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 2 ആഴ്ചക്കകം ഇവിടെയൊക്കെ ഓടിച്ചാടി നടന്ന് കളിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. കണ്ടോ നല്ല സുന്ദരം നല്ല കുഞ്ഞുങ്ങൾ. നല്ല ആ കറുപ്പും വെളുപ്പും ഉള്ളത് ചോട്ടും, മറ്റേതും മിട്ടും. ഈ കറുപ്പും വെളുപ്പും ഉള്ള പട്ടികളെ ഞാൻ എപ്പോഴും ആൺപട്ടികളാണെങ്കിൽ ഞാൻ എപ്പോഴും ചോട്ടുമെന്ന് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കാരണം ഇതിന് മുമ്പും ഉണ്ടായിരുന്നു ഇവിടെ ഇതുപോലുള്ള ആൺപട്ടികളെ ചോട്ടുമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ പേര് മാറ്റിയിട്ടില്ല. പിന്നെ ഏത് ആൺകുച്ചുങ്ങൾ വന്നാലും പിന്നെ ഞാൻ ഈ കളറിലുള്ള വന്നാലും ഞാൻ ചോട്ടു എന്നായിരുന്നു കേട്ടോ. കഷ്ടം, ഞാൻ പാല് കുടിക്കാനാണെന്ന് തോന്നുന്നു പരതുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് വെറുതെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് പുറത്തോട്ട് എടുത്തിട്ട് കേട്ടോ. തള്ളരടിക്കാന്ന് ഇച്ചിരി നേരം ഒന്ന് മാറ്റി നിർത്താമെന്നും കരുതി. എന്തുവായാലും ഇനി അതിനെ പിള്ളേരെടുത്തിട്ടങ്ങ് നശിപ്പിക്കും, അതല്ലേ പ്രശ്നം. അവളുമാർ പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത്. അവർക്ക് ഇനി എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം 2 കുഞ്ഞുങ്ങളെ. അങ്ങനെ മിക്കുവിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പറയുവാണേ, ദയവേത് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും വീഡിയോ കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അപ്പം ഇതെന്ന് പറയുമ്പം പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ. ഇടയ്ക്കൊക്കെ ഞാൻ വല്ലതും ഉണ്ടാക്കി വെക്കും, ഇല്ലെങ്കിൽ ഞാൻ മാഗിയൊക്കെ മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ രാവിലത്തെ ദോശ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ 2-3 ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പക്ഷേ 3-4 ഒരാഴ്ചയോളം ആയതാട്ടോ. പക്ഷേ അത് കൊള്ളാവോ എന്ന് അറിയത്തില്ലായിരുന്നു. ഞാനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളി വെച്ചു, പക്ഷേ തീരെ കൊള്ളത്തില്ലായിരുന്നു.
അങ്ങനെ ഞാൻ പിന്നെ കടയിൽ പോയി 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചിരുന്നു കേട്ടോ. അതൊട്ട് നന്നായിട്ട് പഴുത്തിട്ടും ഇല്ലായിരുന്നു. എന്തായാലും മാവ് ഞാൻ നേരത്തെ കലക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്നും കരുതി അതിനകത്ത് നിന്ന് അത്യാവശ്യം പഴുത്ത പഴം എടുത്ത് ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കും കേട്ടോ. ഏത്തയ്ക്കാപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പോയി പിള്ളേരെ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം. ഇതിന് ഞാൻ സോഡാപ്പൊടി ഒന്നും എടുത്തില്ല കേട്ടോ. മൈദയും ഇച്ചിരി പഞ്ചസാരയും പിന്നെ 1 നുള്ളു ഉപ്പും ഇച്ചിരി മഞ്ഞൾ പൊടിയും മാത്രമേ എടുത്തുള്ളൂ. സോഡാപ്പൊടി ഒന്നും ഇട്ട് ഞാൻ ഏത്തയ്ക്കാപ്പം ഒന്നുമല്ല, ഞാനിപ്പോൾ ഉള്ളിവട ഉണ്ടാക്കിയാലും ഞാൻ അങ്ങനെ സോഡാപ്പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. വയറിന് പ്രശ്നമല്ലേ സോഡാപ്പൊടിയൊക്കെ, നല്ല സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ദാണ്ടെ ഏത്തയ്ക്കാപ്പമൊക്കെ ഞാൻ ഇവിടെ അങ്ങനെ ചൂടോടെ കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്. ചൂടാറിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അത് ഏത് പലഹാരമായാലും അങ്ങനെ ചൂടോടെ കഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ഏത്തയ്ക്കാപ്പത്തിനേക്കാളും ഏറ്റവും എല്ലാവർക്കും ഇഷ്ടം എന്നാണ്ട് ഈ ലാസ്റ്റ് വരുന്ന മാവുണ്ടല്ലോ, അത് വെച്ച് ഉണ്ടാക്കുന്ന ഈ അപ്പമാണ്. ഇതുപോലത്തെ മാവ് കുറച്ചധികം വരുമല്ലോ നമുക്ക്, അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ കലക്കും കേട്ടോ. കാരണം ആദ്യം നമ്മൾ ഇച്ചിരി പഞ്ചസാര മധുരത്തിന് എങ്ങനെ ചേർക്കുന്നില്ലല്ലോ, പഴത്തിൻ്റെ മധുരം ഉണ്ടായിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാരയും ഇട്ട് മാവ് കലക്കിയിട്ട് ഇതുപോലെ എനിക്കും ഏത്തയ്ക്കാപ്പത്തിനേക്കാൾ ഇഷ്ടം വേണ്ട ആ ഒരു ഇതാണ് കേട്ടോ. പക്ഷേ 2 എണ്ണത്തിനുള്ള മാവേ ഉള്ളായിരുന്നേ. അപ്പം അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ അവിടെ അടിയാണ്, ഏത്തയ്ക്കാപ്പത്തിനല്ല. ഇനിയിപ്പോൾ അടി ഇതാണ്ട് ഈ ലാസ്റ്റ് വരുന്ന ഈ മാവിനാട്ടോ, മാവും വെച്ചുണ്ടാക്കി ഈ അപ്പത്തിനാണ് കേട്ടോ. അങ്ങനെയും ഞാൻ വൈകുന്നേരം സ്കൂളിൽ പിള്ളേരെ വിളിക്കാനായിട്ട് വന്നത് കേട്ടോ. ഇപ്പം ഞാൻ എല്ലാവരും വിട്ട് കഴിഞ്ഞ് സ്കൂൾ ബസ്സൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ ചെന്ന് വിളിക്കാറ്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും ഒരു പുറത്തിറങ്ങി നിൽപ്പുണ്ടാകും കേട്ടോ. മഴ പെയ്തിട്ട് അവിടെ മൊത്തം ചെളിയും വെള്ളമായിരുന്നു. ഇങ്ങോട്ട് ഒഴുകിപ്പോകാനൊരു സൗകര്യമില്ലെന്നൊന്ന്, വെള്ളം കെട്ടിക്കിടക്കുക, മണ്ണും ചെളിയൊക്കെ ആയിട്ട്. നല്ല മഴയല്ലായിരുന്നു. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും കരുതി ഇറങ്ങിയപ്പോൾ ഒരു മീൻ ഇറക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മഴയുണ്ട്, ചില ദിവസമേ മീനുള്ളൂ. അപ്പം മീൻ വരുന്നത് ലേറ്റായിട്ടാണ്. അപ്പം ഞാൻ ഇറക്കുന്നുണ്ടപ്പോൾ ഞാൻ വെച്ച് കുറേ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന്. എന്തുവായാലും ചോദിച്ചപ്പം കൊച്ചുമത്തിയും പിന്നെ ഞങ്ങൾ കഴിക്കാത്ത മീനൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് മീൻ വാങ്ങിച്ചില്ല, ഞാനിഞ്ഞ് പോയിരുന്നു. അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്ന പാടെ ആഷ്മി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്നുള്ള പാട്ടകൾ പാപ്പിട്ടിരിക്കുന്ന അവൾ പാപ്പപ്പാട്ട, അവിടെ പാപ്പപ്പാട്ടെല്ലാം തുറന്ന് നോക്കുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്ന് കയറുമ്പോഴേ പിന്നെ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കും. പിന്നെ ഈ പാപ്പപ്പാട്ടെല്ലാം ഈ ഇരിക്കുന്ന ബക്കറ്റെല്ലാം തുറന്ന് നോക്കി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സന്തോഷം, ഇല്ലെങ്കിൽ ഭയങ്കര വിഷമം. അതിനകത്ത് ഇരിക്കുന്ന എല്ലാം പൊടിവർഗ്ഗങ്ങൾ കേട്ടോ, ആട്ടപ്പൊടി, അരിപ്പൊടി, ഇതൊക്കെ ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ നേരെ അടുക്കളയിലിട്ട് പോയി. പിന്നെ ഏത്തയ്ക്കാപ്പം ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നിയെങ്കിലും ഒന്ന് കടിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അധികം പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അധികം പഴുക്കാത്തതുകൊണ്ട് ഒരു മധുരക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഞാൻ ആ മാവിനകത്ത് കുറച്ചുകൂടി മധുരം ഇട്ടേനെയായിരുന്നു. അങ്ങനെ ആഷ്മി ഏത്തയ്ക്കാപ്പം എടുത്തെങ്കിലും ഏത്തയ്ക്കാപ്പത്തിനേക്കാൾ ആദ്യം എടുത്ത ആ 2 അപ്പം എടുത്ത് അവൾ പാത്രത്തിനകത്ത് വെച്ചപ്പോണ്ട് കേട്ടോ. ഒരെണ്ണം ലച്ചുവിനുള്ളതോ ഒരെണ്ണം അവൾക്കുള്ളതോ, പക്ഷേ അവൾ കൊടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഞാൻ പിന്നെ കൊടുപ്പിച്ചു കേട്ടോ. എന്നാണ് തിന്നിട്ട് പറയുമായിരുന്നു പഴത്തിന് മധുരമില്ല, പച്ചയമ്മ എന്തിനാ ഇത് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും വീട്ടിൽ എന്തുണ്ടാക്കി കൊടുത്താലും പിന്നെ കുറ്റമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ പകുതി അവൾ മുറിച്ചെടുത്തിട്ട് ബാക്കി കൊടുക്കണം കേട്ടോ. അത് മുറിച്ചെടുത്തുണ്ടായിരുന്നു, എന്നാലും അത് മുഴുവനെ അവൾ കൊടുക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ 2 പേർക്കും ഇഷ്ടം ഇതാണ്, 2 പേർക്കല്ല എല്ലാവർക്കും അതാ ഇഷ്ടം. അങ്ങനെ വേണോ വേണ്ടായോ എന്നും വിധത്തിലുള്ള തീറ്റ കേട്ടോ. അങ്ങനെ അപ്പം 2 ഡോണറ്റ് കേട്ടോ. അപ്പോൾ എന്ത് ചേച്ചി മേടിച്ചിട്ട് കൊടുത്തു. അപ്പോഴത്തേക്കിനും എൻ്റെ ഏത്തയ്ക്കാപ്പൊക്കെ എടുത്ത് കളഞ്ഞു പിള്ളേർ. ഇനി അത് ഞാൻ തന്നെ തിന്ന് തീർക്കണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇതൊക്കെ എന്ത് ആസ്വദിച്ചാണ് ഈ പിള്ളേർ കഴിക്കുന്നത്. അതേസമയം ഞാൻ വീട്ടിലുണ്ടാക്കി ഏത്തയ്ക്കാപ്പം കഴിച്ചപ്പോൾ മുഖത്ത് വന്ന എക്സ്പ്രഷൻ കണ്ടായിരുന്നു. ബേക്കറി കിട്ടുന്ന ഈ കൂറ സാധനമൊക്കെ മേടിച്ച് കഴിച്ചപ്പോഴത്തേക്കിനും അവളുമാരുടെ ആ മുഖത്ത് വിരിഞ്ഞ സന്തോഷം കണ്ടു. എന്ത് ചെയ്യാനാന്ന് പറ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു മാന്യതയില്ല. ഇങ്ങനത്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.